സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗങ്ങൾ വേഗത്തിൽ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ട്രൂനാറ്റ് മെഷീൻ സ്ഥാപിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹെൽത്ത് ഗ്രാന്റ് പദ്ധതി പ്രകാരം 19 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ട്രൂനാറ്റ് മെഷീൻ സ്ഥാപിച്ചിട്ടുള്ളത്. 30 വൈറസുകളുടെ സാന്നിധ്യം അത്യാധുനിക ട്രൂനാറ്റ് ടെസ്റ്റിലൂടെ കണ്ടെത്താനാകും. രാവിലെ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യർ അവിടുന്ന് പുറന്തള്ളപ്പെടുന്നവരാണ്. അതിനൊരു മാറ്റമുണ്ടായത് ആരോഗ്യ മേഖലയ്ക്കകത്ത് സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ട് സർക്കാർ നമ്മുടെ നാട്ടിലെ പൊതു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ മേഖലയ്ക്കകത്ത് വലിയൊരു മുതൽമുടക്കാണ് നടത്തിയത്. അത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അതിൽ വലിയ മാറ്റം ഉണ്ടാക്കി. നമ്മുടെ ജില്ലാ ആസ്പത്രികളുടെ അവസ്ഥ നമുക്കും മാറ്റമുണ്ടായി. ജില്ലാ ആസ്പത്രികളിലൊക്കെ ഹൃദ്രോഗവുമായൊക്കെ ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷനുകളും അവിടെ നടക്കുന്നു. അത് മാത്രമൊന്നുമല്ല, വൃക്ക മാറ്റിവെക്കലായി കഴിഞ്ഞാലും അവയവ മാറ്റിവെക്കൽ പരിപാടികളായി കഴിഞ്ഞാലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടത്താം. കോഴിക്കോട് പുതിയൊരു അവയവ മാറ്റത്തിന്റെ ആസ്പത്രി വരികയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാവർക്കും അനുഭവമാണ്. എറണാകുളം ജനറൽ ആശുപത്രി ആയാലും തൃശ്ശൂർ ജനറൽ ആശുപത്രി ആയി കഴിഞ്ഞാലും മെഡിക്കൽ കോളേജ് ആയി കഴിഞ്ഞാലും ഒക്കെ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രാജു മുഖ്യാതിഥിയായി. ഞാൻ സൂചിപ്പിക്കാൻ കാരണം ഇവിടെ മത്സ്യത്തൊഴിലാളികൾ പാവപ്പെട്ട ജനപുറത്ത് തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പെരിഞ്ഞനം. അവർ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴേക്കും ഒരു അസുഖത്തിന് ചികിത്സ തേടിയിട്ട് വരുമ്പോൾ 15 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് ചികിത്സ തേടി പോകേണ്ട പൊതു സംവിധാനം ആണ് എല്ലാവരുള്ളത്. ഏറ്റവും അടുത്തുള്ള നമ്മുടെ CHCയിൽ വരുമ്പോൾ ഇവിടെ ഡോക്ടറിൻ്റെ സൗകര്യമില്ല എന്നുള്ള പരിമിതി നേരിടുന്നുള്ളത്. ഞാനിത് സൂചിപ്പിച്ചത് ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം കൈവരിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിലെ മുന്നേറ്റങ്ങളുടെ ഗുണഫലം ആ അർത്ഥത്തിൽ ലഭ്യമാകാൻ പോകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ഇതിലുള്ളവരുടെ. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TH നിയാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP സ്നേഹലത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, KR ഹരി, സുജിത സലീഷ്, പെരിങ്ങനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജീവഗോപാലൻ, ബ്ലോക്ക് സെക്രട്ടറി K മധുരാജ് തുടങ്ങിയവർ സംസാരിച്ചു.